കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെൻറ്റർ ട്രിവാൻഡ്രം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ ഉള്ളത് എന്നറിയണമെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് പോയേ പറ്റൂ. പുറത്തു നിന്നൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇത് ചെറുത് ശരിക്കും ഈ പ്രതിമ ഉണ്ട്. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ വാ പൊളിച്ചു പോകും. അതാണ് അവസ്ഥ. അന്തം വിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോഴേ ഈ തിരുവനന്തപുരത്ത് വരുമ്പോൾ ബാലരാമപുരം, നെല്ലിമൂട്, കുഴിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ പൂവാറിന്ന് വരുമ്പോൾ നെല്ലിമൂടൊക്കെ അടുത്തായിട്ട് വരും. കുഴിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ, കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ എസ്റ്റാബ്ലിഷ് 1972 1972 ജോർജ്, ജോൺ, ജോഷി 3 സഹോദരങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് അവരുടെ സ്ഥലത്ത്. അത് പക്ഷേ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് ഇതൊരു വലിയ വനം പോലെ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ താഴെപ്പാം. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെൻറ്റർ ട്രിവാൻഡ്രം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ ഉള്ളത് എന്നറിയണമെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് പോയേ പറ്റൂ. പുറത്തു നിന്നൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇത് ചെറുത് ശരിക്കും ഈ പ്രതിമ ഉണ്ട്. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ വാ പൊളിച്ചു പോകും. അതാണ് അവസ്ഥ. അന്തം വിട്ട് കാണാൻ പറ്റും. ഇത് മെയിൻ എൻട്രൻസ് ആണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. ഡീറ്റെയിലായിട്ട് നോക്കിയോ. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള എൻട്രൻസ് ആണ്. മലയാളി ബോൺസായി മ്യൂസിയം, ടിഷ്യൂ കൾച്ചർ ലാബ്, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് ഇനി ഒരു വാഹനത്തിൻ്റെ പുറകിലിരുന്നോ എവിടെയെങ്കിലും ഇരുന്നോ മറ്റോ നമുക്ക് താഴോട്ട് ഇറങ്ങി ഇതൊന്ന് കണ്ട് ഒരു ഏകദേശം ഒരു ധാരണയിലെത്താം. ഇത് ഗേറ്റിന് വെളിയിലുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഗേറ്റിനകത്തുള്ള കഥകൾ നമുക്ക് അകത്തേക്ക് പോകാം. നമ്മളതിൻ്റെ കഴിഞ്ഞ് അകത്തേക്ക് വന്നിട്ടുണ്ട്. താഴോട്ടുള്ള 2 സൈഡിലും ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഗാർഡനായിട്ട് തന്നെയാണ്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ താഴേക്ക് പോകണം. വിശാലമായ ഒരു കാഴ്ചയിലൂടെ നമുക്ക് ഒന്ന് കാണാൻ പറ്റുള്ളൂ. പിന്നെ തൊട്ടടുത്ത് പോയെങ്കിൽ ബാക്കിയുള്ളത് കാണാൻ പറ്റുള്ളൂ. ഈ കൊക്കൊക്കെ ഈ വേനൽക്കാലത്ത് വന്നതാണ്. കൊക്കൊന്നും ഇവിടെ വളർത്തുന്നതാവണമെന്നില്ല. ഇത് നമ്മൾ മുറ്റത്ത് വിരിക്കുന്ന പുല്ല് കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുള്ളതാണിത്. അതിന് മുകളിലൊക്കെ പലവിധ ചെടികൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തിലുള്ള ഏത് തരത്തിലുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും ഇവിടെ അവൈലബിളാണ്. ഇത് പ്ലാന്റ് ചെയ്യുന്ന ചകിരിച്ചോറും മറ്റ് വളങ്ങളും എല്ലാം കൂടെ അവിടെ വിശാലമായതുണ്ട് പ്ലാൻ. അത് നമുക്ക് അതുവഴി കറങ്ങി വരാം. ഇതിന് വേണ്ടുന്ന മണ്ണ്, വളം, ഇത് നമ്മൾ റോഡ് സൈഡിലുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങോട്ടുള്ളതൊന്നും നമ്മൾ കാണുന്നില്ല. ഇവിടെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടും അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ എപ്പോഴും എല്ലാ ദിവസവും 100 കണക്കിന് ജോലിക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ചാണകം, വളം, ഇവിടെ നിന്ന് വളം വാങ്ങിക്കാനും കിട്ടും. ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വളം ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വിശാലത അറിയണമെങ്കിൽ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ വേണ്ടി വരും. അതിനുള്ള സംവിധാനം എനിക്കില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ തൽക്കാലം അറിയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ സസ്യങ്ങളാണ്, എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്, എത്ര ആളുകളാണ് ജോലി ചെയ്യുന്നത്, എത്ര ആളുകളാണ് ദിവസവും വന്ന് ഇവിടുന്ന് ചെടികൾ വാങ്ങിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ ഇവിടെ ഒന്ന് വന്നേ പറ്റുള്ളൂ. ഇത് വളങ്ങൾ, മറ്റ് ചെടിച്ചട്ടികൾ, രണ്ട് കൊക്കുമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി. നമ്മുടെ ഗാർഡനിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ചെറിയ ബൊമ്മകൾ, കൊക്ക്, ഡോൾഫിൻ, തത്ത, മയിൽ, അത്തരം സാധനങ്ങൾ. പിന്നെ പെബിൾസ്, ഉരുളൻ കല്ലുകൾ, അങ്ങനെ അലങ്കാര സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഗാർഡൻ അലങ്കരിക്കാൻ പറ്റിയ മറ്റ് ചില സംഭവങ്ങളാണ്. വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. വളരെ ബ്യൂട്ടിയായിട്ട് നല്ല ചന്തമായിട്ടൊക്കെ ഇരിപ്പുണ്ട്.
പല വിധത്തിലും പല വലിപ്പത്തിലുമുള്ള ചെടിച്ചട്ടികളുണ്ട്. സ്റ്റോൺ ടെക്സ്റ്റേർഡ് കല്ലിൽ കൊത്തിയെടുത്ത ബുദ്ധനുണ്ട്. ബുദ്ധൻ ഇന്ന് നമ്മുടെ വീടുകളിലും വീടിൻ്റെ ഗാർഡനുകളിലും ഒരു അലങ്കാര വിഗ്രഹമായി മാറിയിട്ടുണ്ട്. മിക്കവാറും വീട്ടിൽ ബുദ്ധ കളക്ഷനിൽ തന്നെ ഉണ്ട്. ഇത് കല്ലിൽ കൊത്തിയെടുത്തൊരു ബുദ്ധനാണ്. ഇതെല്ലാം ഫൗണ്ടനുകളാണ്, വാട്ടർ ഫൗണ്ടനുകൾ. ഇത് നമുക്ക് റെഡിമെയ്ഡ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. വാങ്ങിച്ച് നമ്മുടെ പൂന്തോട്ടങ്ങൾ അലങ്കരിച്ചാൽ മാത്രം മതി. ഫൗണ്ടനുകൾ പലയിടത്തുനിന്നും പലരും വന്ന് ചെടികൾ വാങ്ങിക്കുകയും നോക്കുകയും സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര നിറത്തിലുള്ള പൂക്കൾ! ഏതൊക്കെ പൂക്കളാണ് എന്തൊക്കെ പൂക്കളാണെന്ന് കാണുന്നവർക്ക്, ഇത് ഇഷ്ടമുള്ളവർക്ക് മനസ്സിലാവും. ഇതൊരു പക്ഷിയുടെ രൂപത്തിലുള്ള ചെടിയാണ്. അതും ഒരു പക്ഷിയുടെ, ഏതോ പക്ഷിയുടെ രൂപത്തിലാണ് അതിരിക്കുന്നത്. ഇതേതോ മൃഗത്തിൻ്റെ മുയലാണ്. വലിയ ചെവിയൊക്കെ കാണുന്നു. ഏതോ മൃഗത്തിൻ്റെ രൂപമാണ്. കുറേ പൂക്കൾ അവിടെ ഇരിക്കുന്നു. വാ, ഓടിയോ. ഈ ഒരു ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നിറങ്ങളുടെ ഒരു സമ്മേളനം കണ്ടു നോക്കൂ. എത്ര കളറിലുള്ള പൂക്കൾ. പച്ചയിലേക്ക് ഇതെങ്ങനെ എടുക്കണം, എവിടെ നിന്ന് എടുക്കണം എന്നറിയത്തില്ല. അത്രയ്ക്ക് നിറമുള്ള പൂക്കളാണ് നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട്. പ്രകൃതിയുടെ വൈവിധ്യങ്ങൾ നോക്കൂ. ഓ, ചെറിയ പൂക്കൾ. ബോൺസായി. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മറ്റാനെ പാരങ്കടി. ജമന്തി. ജമന്തി ജമന്തിക്ക് ഇനി എന്ത് കളർ വേണം? കുഞ്ഞു കുഞ്ഞു പൂക്കൾ, എന്തൊക്കെയോ പൂക്കൾ. വാ, ഇത് ഭയങ്കര കളറുള്ള പൂക്കൾ. ഇത് എന്തൊക്കെയോ കളർ വിതറിയതുപോലെയാണ് ഈ പൂക്കൾ കിടക്കുന്നതിന്. നോക്കൂ. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. തുണിക്കടയിലൊക്കെ ചെന്നിട്ട് ഏത് സാരി എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉള്ളതുപോലെയാണ് ഇവിടെ വരുന്ന ചില സ്ത്രീജനങ്ങൾ. ഏത് പൂ എടുക്കണം, ഏത് ചെടി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ചെടി, അതെ അതെ. ഇത് ഓടി നടന്നിട്ട് വഴക്കിടുന്നു. എനിക്കിഷ്ടമുള്ള ഞാൻ എടുക്കും, നിനക്ക് ഇഷ്ടമുള്ള നീ എടുക്കാൻ. ഇതാണ് ഏത് തരത്തിൽ ബോൺസായികൾ, ഏത് തരത്തിലുള്ള പൂക്കളും ചെടികളും വൃക്ഷങ്ങളും ഇവിടെ ലഭ്യമാണ്. ലോകത്ത് ഏത് ഭാഗത്തുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഇന്ന സംഭവം ഉണ്ടോ എന്ന് നോക്കി ഇവിടെ വന്നാൽ മതി, ഇവിടെ കാണും. അതാണ് കുഴിപ്പള്ളി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പ്രത്യേകത. കുഴിപ്പള്ളി അല്ലേ? കുഴിപ്പള്ളം. പള്ളിയല്ല, വള്ളം. ചെടികളെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ, പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും
വന്ന് കണ്ടിരിക്കേണ്ട, വന്ന് വാങ്ങിച്ച് സെലക്ട് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ മനോഹരമായ ചെടികളൊക്കെയാണ്. അതിന് മുകളിലേക്ക് പോയി മുകളിലും മനോഹരമായ സംഭവങ്ങളിൽ, അയ്യോ അത് മൂത്രപ്പുരയാണ് കേട്ടോ, അങ്ങോട്ട് പോകണ്ട. താഴെ ചെടികളുണ്ട്. ഓ, ഇവിടെ കാണേണ്ട അല്ലെങ്കിൽ ബോൺസായികളുടെ ഒരു സെക്ഷൻ തന്നെയാണ്. ബോൺസായി ഇഷ്ടപ്പെടുന്നവർക്ക് ബോൺസായി. ഒരു ജലസംഭരണിയുണ്ട്. ആവശ്യത്തിന് ജലം ഇവിടുന്ന് എല്ലാത്തിനും ചെടികളൊക്കെ നനയ്ക്കാൻ ഇവിടെ നിന്നായിരിക്കും ഉപയോഗിക്കുക എന്ന് വിചാരിക്കുന്നു. ഇതിനിടെ നമ്മുടെ സുഹൃത്തിന് ഇവിടെ കിടന്ന ഒരു ATM കാർഡ് കളഞ്ഞിട്ടിട്ടുണ്ട്. ആരുടെയാണ് ATM കാർഡ് കിട്ടിയ? നമ്മുടെ സുഹൃത്തിന് ATM കാർഡ് കളഞ്ഞിട്ടി. ATM കാർഡ് താഴെ കിടന്ന് കിട്ടിയതാ. നമ്മള് പിന്നെ പരോപകാരി ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതെടുത്തുനിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാശ് എടുക്കാൻ ശ്രമിച്ചായിരുന്നെങ്കിലും. ചെടിച്ചട്ടികൾ പ്ലാസ്റ്റിക്കിൻ്റെ. അങ്ങനെ ഇതൊരു വർണ്ണപ്രപഞ്ചം തന്നെയാണ്. ഒരുപാട് കാഴ്ചകൾ ഇനി ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ചെടികളെയും സസ്യങ്ങളെയും പുഷ്പങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവർ ലോകത്ത് എവിടെയുള്ളത് വേണമെങ്കിലും അന്വേഷിച്ചത് ഇവിടെ വന്ന കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട്. ഇനി കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് എൻ്റെ ഈ വിഷ്വൽ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഇവിടെ ആർട്ട് എംപോറിയം ഉണ്ട്. അതിന് എനിക്ക് ഇപ്പോൾ കാണിക്കാൻ വയ്യ, നാളെ ഉള്ളൂ ചായ കുടിക്കാം.